എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ, അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 35ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമാണ് പറയുന്നത്. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജന് യുധി തേർപ്പൂട്ടി നീയജിത ചെമേ മറഞ്ഞൊരു ശരം കൊണ്ട് കൊന്നതും ഒരു ഇന്ദ്രാത്മജം ഹ ഹ ഹ നാരായണായ നമ. ഇവിടെ കൃഷ്ണാവതാരത്തിൽ ചാട്ടയെടുത്ത് കുതിരയ്ക്ക് കടിഞ്ഞാണം ഇട്ട് ഇന്ദ്രപുത്രനായ അർജുനന് യുദ്ധക്കളത്തിൽ തേർ തെളിച്ചു കൊടുത്തു. രാമാവതാരത്തിൽ സംശയമെന്നെ മറഞ്ഞു നിന്ന് ഒളിയമ്പെയ്ത് കൊന്നതും ഒരു ഇന്ദ്രപുത്രനായ ബാലിയെ തന്നെയാണ്. ആശ്ചര്യമെന്നേ പറയുകൊണ്ട് ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളിലെ അർത്ഥം. ഇവിടെയും ഈ 4 വരികളിലൂടെ ആദ്യത്തെ 2 വരി ഭാഗവതത്തിലെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ആചാര്യൻ രചിച്ചിരിക്കുന്നത്. അതിന് പിന്നെ 2 വരികൾ വീണ്ടും രാമായണത്തിലെയാണ്. ഞാനിവിടെ ഇടയ്ക്ക് രാമായണം വായിച്ചിടാറുണ്ട്. എല്ലാവരും അത് കേൾക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഞാൻ ആ രാമായണം വായിക്കുന്നത് നമ്മൾ ഈ കഥ പറയുന്നില്ലേ, ഈ രാമായണത്തിലെ കഥ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ ഹരിനാമകത്തിനോട് ബന്ധപ്പെട്ട് പറയുന്ന അത്. ഇപ്പം പൂന്നൂര് ദാസിയെ പറയുന്ന നക്തഞ്ചരിയായ രാക്ഷസിയെ, അത് ശൂർപ്പണഖയുടെ കഥ, അത് നമ്മൾ രാമായണം ആ ഭാഗം വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ എപ്പിസോഡ് ഈ ഹരിനാമ കീർത്തനത്തിലെ ആ 2 വരികളിലെ കാര്യം മനസ്സിലാക്കുക. എല്ലാവർക്കും അതറിയാം, എങ്കിലും അറിയാം, കേട്ടിട്ടില്ലാത്തവർ അത് അവർക്കത് എളുപ്പമായി വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത്. ഇനി ഇതുപോലെ ഞാനുള്ള വരുന്ന വരികളിലെ അത് വരുന്ന രാമായണ കഥയിലെ വരികളിൽ ഞാനതിൽ ശ്ലോകം ഞാൻ വായിച്ച് ഇതിലേക്ക് ഇട്ടേക്കും, ഈ യൂട്യൂബിൽ ഇട്ടേക്കും. എല്ലാവരും അത് കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു കഥയാണ്, അതായത് നമ്മുടെ ഭാഗവതത്തിലെ കഥ, പാർത്ഥസാരഥ്യം വഹിക്കുന്നത്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ തേരാളിയാകുന്നത് എങ്ങനെയെന്ന് ഇവിടെ പറയണം. അപ്പോൾ ആ കഥ ചെറിയ മഹാഭാരതത്തിലെ കഥയാണ്, കേൾക്കാം. മഹാഭാരത യുദ്ധത്തിൽ സഹായം അപേക്ഷിച്ചുകൊണ്ട് ദുര്യോധനും അർജുനനും കൃഷ്ണനെ സമീപിച്ചു. അതായത് യുദ്ധം ആരംഭിക്കാറായി. അപ്പോൾ ഇനി ഭഗവാന് തീരാത്ത അല്ലെങ്കിൽ അനേകായിരം സൈന്യമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്. അപ്പോൾ ഭഗവാൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 തരത്തിലുള്ള വന്നതുകൊണ്ട് ദുര്യോധനനും അർജുനനും ഭഗവാന്റെ അടുത്ത് വരികയാണ്. അതായത് സഹായം അപേക്ഷിച്ചുകൊണ്ട് ദുര്യോധനനും അർജുനനും കൃഷ്ണനെ സമീപിച്ചു. തനിക്ക് 2 കൂട്ടരും തുല്യരാണ്. ഭഗവാൻ എല്ലാവരും തുല്യരാണ്. അല്ല, ഭഗവാൻ ആരും പക്ഷപാതമൊന്നും കാണിക്കുന്നില്ല. അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് ഭഗവാന്റെ അവരോടുള്ള അടുപ്പം. അപ്പോൾ പറഞ്ഞു, തനിക്ക് 2 കൂട്ടരും തുല്യരാണെന്ന് ഭഗവാൻ അറിയിച്ചു. അതുകൊണ്ട് സൈന്യം മുഴുവൻ ഒരാൾക്ക് നൽകാം, താൻ മാത്രം ഒരാളിൻ്റെ പക്ഷത്ത് കൂടെ പോരാ. മാത്രമല്ല, താൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയുമില്ല. ഇതായിരുന്നു ഭഗവാന്റെ സഹായ വാഗ്ദാനം. അർജുനൻ നിരായുധനായ ഭഗവാനെ വരിച്ചു. നിരായുധനായ കൃഷ്ണനെ കൊണ്ട് കാര്യമില്ലെന്ന് കരുതി ദുര്യോധനൻ എന്ത് ചെയ്തു? ഭഗവാന്റെ സൈന്യത്തെ സസന്തോഷം സ്വീകരിച്ചു. നിരായുധനായ കൃഷ്ണൻ യുദ്ധത്തിൽ അർജുനന് ചെയ്യാവുന്ന സഹായം തേർ തെളിക്കുക മാത്രമായിരുന്നു. അങ്ങനെ ചാട്ടയുമെടുത്ത് കുതിരയെയും പൂട്ടി ഭഗവാൻ അർജുനൻ്റെ തേർ തെളിച്ചു. പക്ഷേ അർജുനനും ലോകത്തിനും അത് വലിയൊരു ഉപകാരമായി ഭവിച്ചു. അതുകൊണ്ടാണല്ലോ ഉപനിഷത് സംഗ്രഹമായ ഗീത ലോകത്തിന് ലഭ്യമായത്. അർജുനൻ കുന്തിക്ക് ഇന്ദ്രന് ജനിച്ച പുത്രനാണ്. ഈ പാർത്ഥസാരഥ്യമാണ് പ്രസ്തുത പദ്യത്തിലെ ആദ്യത്തെ 2 വരികളിൽ ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പാർത്ഥസാരഥി ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ പോരാത്തതിന്, അതായത് ഈ ഭഗവാൻ യുദ്ധത്തിൽ ആയുധം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനനും പാണ്ഡവർക്കറിയാം കൃഷ്ണൻ ഭഗവാനാണെന്ന്. മൂഢനായ അഹങ്കാരിയായ ദുര്യോധനന് അങ്ങനെ അറിയാമെങ്കിൽ പോലും അത് ഉൾക്കൊള്ളുന്നില്ല. അവിടെ എന്താണ്, തനിക്ക് രാജ്യം പിടിക്കണം, ഹസ്തിനപുരം കയ്യിലാക്കണം, ഭരിക്കണം എന്നുള്ള ആ ഒരു ബുദ്ധിയാണ്. അപ്പോൾ അഹങ്കാരം കൊണ്ട് നിൽക്കുന്നിടത്ത് ബുദ്ധി തെളിയില്ല. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ സൈന്യത്തെ സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ പുത്രനാണ് ആര്? അർജുനൻ. അതേപോലെ ഇന്ദ്രൻ്റെ പുത്രനാണ് ഇതിൽ രാമായണത്തിൽ
വരുന്ന ബാലിയും ഇന്ദ്രൻ്റെ പുത്രനാണ്. അപ്പോൾ അവിടെ ഈ രണ്ടുപേരുടെ ആ വ്യത്യാസം അത് കാണിക്കാനാണ് ഇവിടെ ആചാര്യൻ ആദ്യത്തെ എന്താണ്, ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജൻ അവിടുത്തെ പ്രത്യേകത ഇന്ദ്രാത്മജൻ എന്നാണ്. ഇന്ദ്രാത്മജൻ എന്ന് കുന്തിദേവിക്ക് 5 വരങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതിൽ ഒരു വരത്തിൽ ഇന്ദ്രനെ പ്രസാദിപ്പിച്ചപ്പോൾ കിട്ടിയതാണ് അർജുനൻ എന്ന് പറയുന്ന കുന്തിദേവിയുടെ പുത്രൻ. അപ്പോൾ ആ അർജുനൻ ഇന്ദ്രൻ്റെ ആത്മജൻ ഇന്ദ്രൻ്റെ പുത്രനായിരുന്നു. ആ ഇന്ദ്രാത്മജന് ഭഗവാൻ എന്ത് ചെയ്തു? ഇന്ദ്രാത്മജന് യുദ്ധകളത്തിലെ മഹാഭാരതത്തിൽ തേർപൂട്ടി സാരഥ്യം വഹിച്ചു അല്ലേ. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് ഈ സൈന്യ വ്യൂഹം കണ്ട് എന്ത് ചെയ്യുന്നു? അർജുനന് ബോധം തന്നെ പോകുന്നു. കാരണം എല്ലാം എൻ്റെ ബന്ധുമിത്രാദികൾ അതായത് സ്നേഹം ബന്ധങ്ങളിലങ്ങ് വളരെ ഇതാണ്. ഓരോ വിനീതനും സൽസ്വഭാവിയൊക്കെയാണ് ആര്? അർജുനൻ. അപ്പോൾ പിതാമഹനും അവരെ ബന്ധുക്കളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ആർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല? സന്മനസ്സുള്ളവർക്ക് ബന്ധുക്കളെയൊന്നും ദ്രോഹിക്കാൻ കഴിയില്ല, അതല്ലേ സത്യം. അപ്പോൾ എന്ത് ചെയ്തു? മോഹാലസ്യപ്പെട്ട് വീഴാൻ പോവുകയാണ് ഈ തേർത്തട്ടിൽ. അപ്പോൾ എന്തുണ്ടായി? ആ കാരണം കൊണ്ടാണ്, ആ അർജുനൻ്റെ ആ വീഴ്ചയാണ് നമുക്കിന്ന് മഹാഭാരതത്തിൽ ആ ഭഗവത്ഗീത മഹാഭാരത യുദ്ധത്തിലൂടെ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ആ ഭഗവത്ഗീത നമുക്ക് കിട്ടിയത്. അപ്പോൾ ഓരോന്നിനും ഓരോരോ കാരണങ്ങളുണ്ട്. അന്ന് ആ ബന്ധുത്വത്തിൽ വീണ് അർജുനൻ തേർത്തട്ടിൽ തളർന്നത് കൊണ്ടാണ് ആ അർജുനനെ എണീൽപ്പിച്ച് ആത്മാവാണ് നീ എന്നും അത് മരിക്കുന്നില്ല, ജനിക്കുന്നില്ല, ഇത് നിന്റെ ശരീരമാണ്, ആ ശരീരത്തിലാണ് നിനക്ക് മായയാലുള്ള ബന്ധമുള്ളത്, മായയാണ് നിന്നെ ബന്ധം കൊണ്ട് ഇങ്ങനെ മോഹിപ്പിക്കുന്നത്, സങ്കടപ്പെടുത്തുന്നത്, അതുകൊണ്ട് നീ അതിൽ നിന്ന് ഉണരുക എന്ന് പറയുന്നതിന് 18 അധ്യായങ്ങളാക്കി ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ 18 അധ്യായങ്ങളെ അർജുനനെ യുദ്ധത്തിന് ഒരുക്കി സ്വയം എണീറ്റ് നിൽക്കുന്ന ആ തരത്തിൽ ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ച അർജുനനെ ഉണർത്തി. അതാണ് ഇവിടെ നമുക്ക് ഭഗവത്ഗീതയായിട്ട് ഇന്ന് നമ്മുടെ സംസ്കാരം നിലനിർത്താനും നമുക്ക് ജീവിത വിജയത്തിന് അത് ഏറ്റവും വലുത്. ഇവിടെ നമ്മൾ സന്യാസം എന്നുള്ളതിലുപരി നമ്മളെങ്ങനെ ഒരാളെങ്ങനെ ജീവിക്കണം, ഏതെല്ലാം തരത്തിലുള്ള സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാവണം, ഏതൊക്കെ നമ്മൾക്ക് സ്വഭാവങ്ങൾ ഇല്ലാതിരിക്കണം, നമ്മൾ എങ്ങനെ പോയാലാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള ഓരോരോ അവസരങ്ങളിൽ ഓരോന്ന് ഭഗവത്ഗീതയിലൂടെ ആര് ചെയ്യുന്നു? ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്ന ആ ഇന്ദ്രാത്മജന് ഭഗവാൻ എന്തായി തേരാളിയായിട്ട് നിൽക്കുന്നു അല്ലേ, സാരഥിയായിട്ട് നിൽക്കുന്നു. അതൊരാശ്ചര്യമാണ്. ഇനി അടുത്ത 2 വരികളുടെ അർത്ഥം നമുക്ക് രാമായണത്തിൽ നിന്നാണ്. അപ്പം നമുക്ക് ആ രാമായണത്തിലെ ബാലിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അടുത്തതായി പറയുന്നത്, ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ട് കൊന്നതും ഒരു ഇന്ദ്രാത്മജന് കൊണ്ടുവന്ന ഒരു ഇന്ദ്രാത്മജന് ഹരിനാരായണായ നമ. അവിടെയും ഇന്ദ്രൻ്റെ പുത്രനാണ് ബാലി അല്ലേ. നമ്മളിപ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ എടുത്ത് സംസാരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആരൊക്കെ ഓരോ ആൾക്കാർക്ക് എത്രയോ മക്കളുകളുണ്ട് പലരിലായിട്ട്. അതാണ് മഹാഭാരതത്തിൽ അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ദ്രന് ഇന്ദ്രനിൽ നിന്ന് കുന്തിദേവിക്ക് കിട്ടിയ പുത്രനാണ് അർജുനൻ. ആ അർജുനൻ എത്ര ധർമ്മമുള്ള മനുഷ്യൻ നൽകുന്നത്, എത്രയോ വളരെ വളരെ പറയുന്ന നമുക്ക് അറിയാൻ പറ്റില്ല, അത്രയും ദയാലുവാണ് അർജുനൻ. മനുഷ്യസ്നേഹിയാണ്. മനുഷ്യന് സ്നേഹം എത്രത്തോളം കാണിക്കാൻ പറ്റും, ബന്ധുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നുള്ള ഉദാഹരണമാണ് അർജുനൻ അതിലൂടെ നമ്മളെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. അപ്പം അതുപോലെ ഇവിടെ ഇന്ദ്രൻ്റെ തന്നെ മറ്റൊരു പുത്രനാണ് ആരാണ്? ബാലി മാത്രമല്ല, ബാലി ഇന്ദ്രൻ്റെ പുത്രനും സുഗ്രീവനുണ്ട്. സുഗ്രീവന്മാർ ഇവർ ജ്യേഷ്ഠാനുജന്മാരാണ്. അങ്ങനെ ഇരിക്കെ ബാലിയെ എന്തോന്നാണ് യുദ്ധത്തിൽ പോരാളിയായിട്ട് അതായത് സുഗ്രീവ യുദ്ധത്തിൽ എന്തായി? ഭഗവാന് ബാലിയെ ഒളിയമ്പ ചെയ്ത് വധിക്കേണ്ടി വന്നു. അവിടെ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് ബാലിയുടെ കഥയെക്കുറിച്ച് നമുക്കൊന്ന് ഇതിൽ പറയുന്ന കേൾക്കാം. അതായത് ബാലിവധം. അപ്പോൾ രാമാവതാരത്തിന് കളങ്കം ചേർത്ത കഥകളിലൊന്നാണ് ബാലിവധം. സുഗ്രീവനുമായി സഖ്യം ചെയ്ത ശേഷമാണ് രാമൻ ഇന്ദ്രപുത്രനും സുഗ്രീവന്റെ ജ്യേഷ്ഠനുമായ ബാലിയെ വധിക്കുന്നത്. ബാലിയെ നേരിട്ട് എതിർത്ത് കൊല്ലാൻ ആർക്കും തന്നെ സാധ്യമല്ല. തന്നോട് എതിർക്കുന്നവരുടെ പകുതി ബലം കൂടി ബാലിക്ക് പകർന്നു കിട്ടുമെന്നൊരു അനുഗ്രഹമുണ്ട്. അക്കാരണത്താൽ ബാലിയും സുഗ്രീവനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഒരു മരച്ചുവട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് രാമൻ ഒളി അമ്പെയ്താണ് ബാലിയെ വധിച്ചത്. ഒരു ഇന്ദ്രപുത്രന് സാരഥ്യവേല ചെയ്യുമ്പോൾ മറ്റൊരു ഇന്ദ്രപുത്രനെ അധർമ്മചിന്ത കൂടാതെ ഒളിയമ്പെയ്ത് കൊല്ലുന്നു. ഭഗവാന്റെ ഈ വിരുദ്ധ കർമ്മങ്ങൾ ഭഗവാൻ ആശ്ചര്യസ്വരൂപനാണെന്ന് വെളിപ്പെടുത്തുന്നു എന്നാണ് ഇവിടെ ആചാര്യമതം. അതായത് ഈ ബാലി എന്ന് പറയുന്ന സുഗ്രീവന്റെ സഹധർമ്മിണിയായ രുമി അവരെ എന്ത് ചെയ്തു? പിടിച്ചടക്കുകയും സുഗ്രീവന്
രാജ്യകാര്യ അവകാശങ്ങളോ ഒന്നും കൊടുക്കാതെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. വെച്ചാൽ അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ രാവണനെ പോലെ മറ്റുള്ളവരുടെ ഭാര്യയെ, അതായത് ഒരുത്തൻ അവരൻ്റെ ഭാര്യയെ നമ്മൾ പിടിച്ചടക്കാൻ പാടില്ലെന്നൊരു വളരെ ഒരു വസ്തുതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ബാലിയുടെ അഹങ്കാരവും ആ ബലം ഇതൊക്കെ എന്താണ്? തൻ്റെ കഴിവിനുള്ള ആ ഒരു അഹങ്കാരം കൊണ്ടാണ് എന്ത് ചെയ്യാനും എനിക്ക് കഴിയും, എന്നെക്കൊണ്ട് എന്തിനു സാധിക്കും, എന്നെ തടയാൻ ആരില്ല എന്നുള്ള ആ ഒരു ഉത്തമമായ ചിന്തയോട് കൂടിയാണ് എന്തും ചെയ്യുന്നത്. എന്താണ്? എനിക്കതിന് സാധിക്കും, എനിക്ക് അവരെ വേണം, അതെനിക്ക് ഞാൻ സാധിച്ചെടുക്കും, അതിൽ എന്നെ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ള ആ ഒരു അബദ്ധധാരണ, അത് അവരുടെ മൂഢത്വം കൊണ്ടാണ്. അതായത് അഹങ്കാരം വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂഢത്വമാണ് അത്. ആ സമയത്ത് ബാലിയുടെ ഭാര്യ വളരെ സൽസ്വഭാവിയായ താര, അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ബാലിയെ ഉപദേശിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവർ സൽസ്വഭാവിയാണ്. അപ്പോൾ ഈ ഭഗവാന് ഈ ബാലിക്കാണെങ്കിൽ ഭാര്യയെ സ്നേഹമാണ്, പക്ഷെ ഭാര്യ സ്നേഹമില്ലാത്തതല്ല. പക്ഷെ അനിയൻ്റെ ഭാര്യയെ അങ്ങർക്ക് കൈക്കലാക്കണം, എന്നിട്ട് അനിയൻ്റെ സ്വത്തും കൊടുക്കാതെ അനിയനെ അടിച്ചു ഓട്ടിക്കണം എന്നുള്ള ഒരു ഭാവമാണ് ഇവിടെ ബാലി സുഗ്രീവ യുദ്ധത്തിനും എല്ലാം കാരണമായത്. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു. അങ്ങനെ അഗ്നിസാക്ഷിയായിട്ട് പറയുന്നു. സുഗ്രീവൻ വന്ന് സുഗ്രീവൻ്റെ സങ്കടം പറയുകയാണ്. ആരടുത്ത്? ശ്രീരാമദേവനോട് പറയാണ്, എൻ്റെ സഹോദരനായ ബാലി എന്നെ അവനകത്ത് കയറ്റുകയോ ആ ഏരിയയിലിട്ട് അടുപ്പിക്കുകയോ ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യയെ ബലാത്കാരമായി പിടിച്ചു വച്ചേക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ വേദന, അങ്ങ് സീതാദേവിയെ കാണാതെ വേദനിക്കുന്ന പോലെ എൻ്റെ ഭാര്യയെ ആ അധർമ്മിയായ ബാലി പിടിച്ചു വച്ചേക്കാണ് എന്ന് പറഞ്ഞു. അപ്പം സുഗ്രീവൻ്റെ രാമൻ സഖ്യം ചെയ്യുന്നു. നിന്റെ ഭാര്യയും പിടിച്ചത് നിനക്ക് രാജ്യാഭിഷേകം ഞാൻ ചെയ്തുതരും, നീ എനിക്ക് രാവണ യുദ്ധത്തിന് വേണ്ടിയിട്ട് നിന്റെ വാനര സംഘത്തോടെ എന്നെ സഹായിക്കണമെന്ന് കരാറ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? സാക്ഷി പറയുകയാണ്. അങ്ങനെ ആ ഒരു അഗ്നിസാക്ഷിയിൽ പറയുകയാണ്, ഞാനിങ്ങനെ ശപഥം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വരുന്നു? ഈ സുഗ്രീവനെ ശ്രീരാമസ്വാമി ബാലിയോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പല തവണ യുദ്ധത്തിന് ചെന്നപ്പോഴും രക്ഷപ്പെടുത്തില്ല. കാരണം അദ്ദേഹത്തിനൊരു വരം കിട്ടിയിട്ടുണ്ട്. ആരാണോ എതിരാളി അവരുടെ പകുതി ബലം കൂടി ആർക്കുണ്ടാവും? യുദ്ധസമയത്ത് ശ്രീരാമസ്വാമിക്ക് ബാലിക്കുണ്ടാവും എന്ന് പറയും. അത് കാരണം സുഗ്രീവൻ എത്ര തവണ 2 or 3 തവണയൊക്കെ പോയിട്ട് വന്നു. അവസാനം നിവർത്തിയില്ല വന്നപ്പോൾ ശ്രീരാമസ്വാമി എന്ത് ചെയ്തു? ഭഗവാന്റെ ഒരു മാല ഈ കഴുത്തിലിട്ടു. തിരിച്ചറിയണ്ടേ? ബാലിയെ സുഗ്രീവനെയും കൂടി തിരിച്ചറിയാൻ പറ്റില്ല, രണ്ടും ഒരുപോലെ ആയിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറം മാറി മാറി അടിക്കുമ്പോൾ ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്തൊരു മാല, രാമസ്വാമി കൊടുത്ത മാല ഇട്ടും കൊണ്ടാണ് സുഗ്രീവൻ പോണം. ഈ സുഗ്രീവൻ യുദ്ധം ചെയ്യുമ്പോൾ ഒക്കെ ശ്രീരാമനെയാണ് നോക്കുന്നത്. കാരണം ഈ ബാലിയോട് ജയിക്കാൻ നിവർത്തിയില്ലെന്ന് സുഗ്രീവൻ അറിയാം. അങ്ങനെ വരുന്ന ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ശ്രീരാമസ്വാമി ഈ മരത്തിൻ്റെ മറവിൽ നിന്നും ഒളിഞ്ഞു നിന്നുകൊണ്ടാണെങ്കിലും ബാലിയെ അമ്പ് ചെയ്തു. അപ്പോൾ ബാലി എന്തായി? ഈ അമ്പ് കണ്ട് ശ്രീരാമനാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കി ശ്രീരാമസ്വാമിയോട് പറയാണ്, സ്വാമി, ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? ഞാൻ സ്വാമിയുടെ ഒരു ഭക്തനല്ലേ, എന്നെ എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ഈ ഇത്തരത്തിൽ എന്നെ വധിച്ച് സുഗ്രീവന് വേണ്ടി ഇതൊക്കെ ചെയ്തത് എന്ന് പറയണം. അപ്പോൾ ശ്രീരാമസ്വാമി ബാലിയോട് പറയുന്നു, എന്താണ്? ഞാൻ അധർമ്മമല്ല ഇവിടെ ചെയ്യുന്നത്, കാരണം നീ ഒരു അധർമ്മിയാണ്. എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? രാവണനെ വധിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിനു വേണ്ടിയാണ്, ധർമ്മം കാക്കാൻ വേണ്ടിയാണ് ഈ അവതാരം തന്നെ എടുത്തിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? രാവണനെ വധിച്ച് സീതയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് മാർഗത്തിൽ ഏത് അധർമ്മികളുണ്ടെങ്കിലും അവരെനിക്ക് ഒളിഞ്ഞായാലും തെളിഞ്ഞായാലും അത് എന്ത് ചെയ്യണം? വധിച്ചേ മതിയാവുള്ളൂ. അതിന് കാരണം നീ അധർമ്മിയാണ്, അത് നിനക്കറിയില്ല. വാനര ചിന്തയും മനസ്സും ആയതുകൊണ്ട് നിനക്ക് നിൻ്റെ അധർമ്മത്തെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. എന്താണ്? പരൻ്റെ ഭാര്യയെ പിടിച്ച് ബലാത്കാരം പിടിക്കുകയും പുത്രവധുവിനെ പ്രാപിക്കുകയും സഹോദരൻ്റെ ഭാര്യയെ പ്രാപിക്കുകയും സഹോദരിയെ പ്രാപിക്കുകയും ചെയ്യുന്നത് മഹാപാതകങ്ങളിൽ ഒന്നാണ്. നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ നിൻ്റെ കൈവശം വെച്ച് നീ ഉപയോഗിക്കുകയാണ്. അത് ഏറ്റവും വലിയ തെറ്റാണ്, അത് അധർമ്മമാണ്. അപ്പോൾ ആ അധർമ്മം ചെയ്യുന്ന ആളിനല്ല, അധർമ്മത്തെ എനിക്ക് നീക്കം ചെയ്ത് ധർമ്മത്തിലേക്ക് എനിക്ക് എത്തണം. അതിനുവേണ്ടി ഞാനിത് ചെയ്തു, വിരോധം കൊണ്ടൊന്നും അല്ല എന്ന് ബാലിയോട് പറഞ്ഞു. അങ്ങനെ ബാലി ശ്രീരാമസ്വാമിയെ മനസ്സിലാക്കുകയും അങ്ങനെ ശ്രീരാമനും സുഗ്രീവനും ലക്ഷ്മൺ സമേതം നിൽക്കുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, മരണസമയത്ത് എല്ലാവരും ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ ഭഗവാൻ പാദത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് സാക്ഷാൽ ഭഗവാനെ തന്നെ എൻ്റെ മുമ്പിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി, ഞാൻ ഭഗവാന്റെ പദം പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ വീണ് മരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാലി സുഗ്രീവ യുദ്ധം. അങ്ങനെ
സുഗ്രീവൻ എന്ത് ചെയ്തു? രാജ്യാഭിഷേകവും ഭാര്യയും കൊടുത്തു. അങ്ങനെ ഈ ഈ ബാല്യവധത്തിലൂടെ ഇത് നമ്മളെ ആചാര്യൻ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഇവിടെ അവിദ്യ എന്നുള്ള അവിദ്യ വന്നതുകൊണ്ടാണ് നമുക്കിവിടെ രണ്ടെന്നുള്ള ഭാവം വരുന്നത്. ഈ അവിദ്യയിലൂടെയാണ് അഹങ്കാരം ഉടലെടുക്കുന്നത്. കാരണം നമ്മൾ ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈ കാണുമ്പോൾ അതൊക്കെ പിടിച്ചടക്കാനും മോഹവും ദാഹവും അഷ്ടരാഹങ്ങളൊക്കെ നമ്മളിൽ വളരും. അപ്പം നമ്മൾ രണ്ടായി പിരിയും. ഒന്നായ നിന്നേക രണ്ടെന്ന് കണ്ടളവിൽ നിന്ന് ആദ്യം പദ്യം പറയുന്നു. അപ്പം പ്രപഞ്ചത്തെ ഭഗവാന് യോഗമായിട്ട് രണ്ടായി പ്രപഞ്ചം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളായവർക്കെല്ലാം എന്താ പ്രാപഞ്ചികമായിട്ടുള്ള രജോ തമോ സാത്വിക ഗുണങ്ങൾ ഉണ്ട്. അതിൽ തമോ ഗുണങ്ങളും രജോ ഗുണങ്ങളായാലും മനുഷ്യൻ അഹങ്കാരികളായിട്ട് മാറുന്നത്. തമോ ഗുണത്തിൻ്റെ ഉറവിടമാണ് അഹങ്കാരം. അപ്പോൾ ആ അഹങ്കാരം മാറ്റണമെങ്കിൽ എന്ത് വേണം? ധർമ്മം ഉണ്ടാവണം. അതിനുവേണ്ടി ആ ധർമ്മത്തെ വരുത്താനാണ് ഈ അധർമ്മമൊക്കെ ഇവിടെ ഭഗവാന്റെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ധർമ്മവും അധർമ്മവും എല്ലാം ഭഗവാൻ തന്നെയാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടെന്ന് കാണുമ്പോഴാണ് ഭഗവാനെ നമ്മൾ യോഗമായ ശക്തിയാലെ ഭഗവാൻ തന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചു. അപ്പോൾ രണ്ടായി ഭഗവാനും നമ്മളുമായി. അപ്പോൾ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ആ ഒരു കണ്ണിൽ നമ്മൾ കാണുമ്പോഴാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇത് അധർമ്മമെല്ലാം വെടിഞ്ഞ് നമ്മൾ ധർമ്മം സ്വീകരിച്ച് സാത്വിക ഗുണത്തിൽ പോയി നമ്മൾ അതിൻ്റെ പരമോന്നതിയിൽ എത്തുമ്പോൾ നമ്മൾ ആരായി തീരും? ഭഗവാന്റെ അതിൽ അലിഞ്ഞ് ലയിച്ചു ചേരുകയാണ്. അപ്പം നമ്മളിവിടെ സംശയങ്ങളോ ഒന്നും നമുക്കിവിടെ ഉണ്ടാകില്ല. അതാണ് ഈ രണ്ട് വരികളിലൂടെ നമുക്ക് ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ രണ്ടില്ല. രണ്ടായിട്ട് മായയാണ് നമ്മെ തോന്നിപ്പിക്കുന്നത്. ആ മായ ഉണ്ടാക്കിയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ യോഗമായയിലാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭഗവാൻ തന്നെ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഈ രണ്ട് വിധത്തിലുള്ള ആശ്ചര്യം ഒരേ ഇന്ദ്രന്റെ രണ്ട് മക്കളിലൂടെ അവരുടെ പ്രകൃതം കൊണ്ട് അവർക്കുണ്ടായ ഭഗവാനിൽ നിന്ന് കിട്ടിയ എന്തൊക്കെ തരത്തിൽ, ഒരാൾക്ക് ആനുകൂല്യവും ഒരാൾക്ക് എന്താണ് വധശിക്ഷയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനും കാരണം അവിദ്യയാണ്. അപ്പോൾ നമ്മൾ എന്താവണം? നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടത് നമ്മളുടെ ഈ മായയിൽ പെടുന്ന് പിടിച്ച് നമ്മൾ അഹങ്കാരികളായി മാറാതെ, നമ്മളത് നമ്മുടെ ധർമ്മത്തെ വെടിയാതെ, നമ്മൾ അധർമ്മിയായിട്ട് പോവാതെ, നമ്മൾ നാമസങ്കീർത്തനവും ഭഗവാന്റെ കഥകളും കേട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഒരു ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏതൊരാളാണോ എൻ്റെ കാര്യം എന്നെ ഭജിച്ച് എന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നത്, അവരുടെ കൂടെ ഒരു സുഹൃത്തായി ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഭഗവാന്റെ ലീലകൾ അറിയണമെങ്കിൽ നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം. നമ്മുടെ ഹൃദയം കൊടുത്ത് ഭഗവാനെ സ്നേഹിച്ച് ആ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭഗവാൻ ഇവിടെ നടത്തുന്ന പല ലീലകളും പലർക്കും ആ ഭക്തിയിൽ കൂടെ, വേറൊന്നിൽ കൂടെ നമുക്കതറിയാൻ പറ്റില്ല. ഭഗവാനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം ഭഗവാൻ ഇല്ലാതെ നമുക്കിവിടെ ഒന്നില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ലീലകൾ ചില ലീലകൾ നമ്മൾക്ക് അറിയാൻ കഴിയാതെ തീയിലും പുകയിലും കിടക്കുന്ന നമ്മുടെ ബോധ മനസ്സിൽ ഹൃദയവാസിയായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്, വേറെ ആരുമില്ല. പക്ഷേ ഭഗവാന്റെ ആ പ്രകമ്പമായ വലിയ ബ്രഹ്മാണ്ഡമായ അതിൽ നമ്മൾ ജീവാത്മാക്കളെല്ലാം ലയിക്കേണ്ടതാണ്. അങ്ങനെ ലയിക്കുമ്പോൾ നമ്മൾ അതായി തീരുകയാണ്. അപ്പം അതുകൊണ്ട് അടുത്ത പോയതിൽ സന്യാസിമാരുടെ ജ്ഞാനദൃഷ്ടിയുള്ള സന്യാസിമാർ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പോയ അടുത്തതിൽ വരികയാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ആ സന്ദർഭത്തിൽ സംസാരിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഇത് പറഞ്ഞുകൊണ്ട് ഈ സത്സംഗം ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച കാണുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒന്നിടവിട്ട എപ്പോഴെങ്കിലും ഞാനിങ്ങനെ ഈ രാമായണ കഥയിലെ ഭാഗങ്ങൾ എടുത്ത് ഞാൻ വായിച്ചിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കഥയായിട്ട് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ ആ വരികളൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മാത്രമേ നമുക്കത് ഉൾക്കൊള്ളാനൊക്കെ കഴിയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് രാമായണ പാരായണ ഇടയ്ക്കിടയ്ക്ക് ഈ ഇതിൽ വരുന്ന ഹരിനാമകീർത്തനത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ അതിൽ എടുത്ത് വായിച്ചിട്ടേക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയും വായിക്കുകയും എന്നെ അതിലൂടെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ പറയുന്ന തെറ്റാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു സംശയം ഉണ്ടാകും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ, നമ്മൾ എന്തെങ്കിലും പറയുന്ന മനസ്സിലാകുന്നു. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, നമ്മളൊന്നും വലുതായിട്ടൊന്നും നമുക്കറിയില്ല. നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നു, ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച് ജീവിക്കുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കരുന്നൊരു മനസ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കും ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന. അപ്പം നമ്മുടെ മനസ്സിൽ ഓരോന്ന് ചെറുതായിട്ടൊക്കെ തോന്നും. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാം. ആ രീതിയിൽ അവർ വരികയാണെങ്കിൽ അവർക്കൊരു മനസ്സമാധാനം. അതാണ് ഈ ലോകത്ത് എന്തൊക്കെ പണവും സൗഭാഗ്യവും വസ്തുവും സ്വർണവും എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അധോഗതിയാണ്. അവിടെ നമ്മളൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. നമുക്ക് ആവശ്യം മനസ്സമാധാനം. അതിന് ഉതകുന്നതാണ് ഈ ഹരിനാമകീർത്തനം, ഭഗവത്ഗീത. എല്ലാവരും അത് വായിക്കാൻ ശ്രമിക്കുക. വായിച്ച് വരുമ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അതോടെ നമ്മുടെ മനസ്സിന് ആത്യന്തികമായ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. ആ മനസ്സിനകത്ത് ക്ലിയറായി പല പല കാര്യങ്ങൾ തെളിയാൻ തുടങ്ങും. മറ്റ് ഈ മായാവിഷയങ്ങളായ പല കാര്യങ്ങളും അന്വേഷിച്ച് പറയാൻ അത് മനസ്സിൽ കൊടുത്ത മനസ്സ് തെളിയില്ല. തെളിഞ്ഞ ജലത്തിലല്ലേ നമുക്ക് രൂപം കാണാൻ പറ്റുള്ളൂ അല്ലേ? അതുപോലെ നമ്മുടെ മനസ്സിനെ തെളിഞ്ഞ് മനസ്സിലാക്കാൻ ഈ വകയെല്ലാം നമ്മളെ സഹായിക്കും. ഏറ്റവും ആദ്യം നാമസങ്കീർത്തനം, ഈശ്വര ചിന്ത, ഈശ്വരഭക്തി. നമ്മുടെ കർമ്മം വെടിയരുത്. കർമ്മം കൃത്യമായി ചെയ്യാൻ നമുക്ക് ഈശ്വര പ്രാർത്ഥന നമ്മളെ സഹായിക്കും. ഒരു ഈശ്വരോന്മുഖമായി കർമ്മം ചെയ്യാനുള്ള ഒരു സന്തോഷം നമുക്ക്, ഒരു ഉത്സാഹം നമുക്ക് കിട്ടും. എന്താണ്? ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ ഈ നാമസങ്കീർത്തനത്തിലൂടെ നമ്മുടെ ചിട്ടയായ ഒരു ജീവിതം വേണം. ഇല്ലെങ്കിൽ ഒന്നും നേടാൻ കഴിയില്ല. അത് ആദ്യമേ പറയാം. ചിട്ടയായ രാവിലെ വൈകുന്നേരത്തെ നാമം ജപിക്കുക എന്നൊരു നമ്മുടെ ജീവശ്വാസം വിടുന്നത് പോലെ അതിനൊരു പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ കൊടുത്തു വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനെന്തായി ശുദ്ധിയായി വരും. നമ്മുടെ മറ്റ് വികാരങ്ങളൊക്കെ അടങ്ങി അത്യാഗ്രഹം, മോഹം, അതൊക്കെ എല്ലാം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നൊരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അത് ആരാക്കി തരും? ഭഗവാനാക്കി തരും. സന്തോഷമായിട്ട് ജീവിക്കും നമുക്ക്. പക്ഷെ നമ്മളത് ആ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ആ തരത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തവും സുന്ദരവും പിന്നെ എല്ലാവരെയും സമത്വമായിട്ട് കാണാനൊക്കെ ഉള്ളൊരു മനസ്സാക്കി നമ്മളെ ഭഗവാൻ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ, അതാണ് സഖ്യം. കൂട്ടുകാരനെ പോലെ നമുക്ക് എന്തും പറയാം. നമ്മുടെ എന്ത് വിഷമതകളും സന്തോഷങ്ങളും ചെയ്യാൻ പോകുന്ന പുതിയ പ്രവർത്തികളെ കുറിച്ച് എന്ത് വേണോ സംസാരിക്കാം. അതൊന്നും ഭ്രാന്തല്ല. നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭഗവാനിലേക്ക് നമ്മൾ ഇറങ്ങുന്നതാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും. മനസ്സിലാ തെളിയുന്ന ഇതൊക്കെ ഇത് സർവ്വതും മനസ്സാണെന്ന് ആദ്യം പഠിക്കുക. ഈ രൂപത്തിലല്ല, നമ്മുടെ മനസ്സിലാണ് എല്ലാ വികാരങ്ങളും ക്ഷോഭങ്ങളും മാറിയും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കും. അതൊരു വലിയ അറിവ് തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, അത് തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. അത് നമ്മൾ ആ വിദ്യാഭ്യാസം നേടി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസവും ഒരിടത്തും എത്തത്തില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് നമ്മുടെ മനസ്സാകുന്ന ആ ഇന്ദ്രിയ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് പ്രാർത്ഥന, നാമജപം. രാവിലെയായും വൈകുന്നേരം നിത്യമായിട്ടുള്ള ഒരു ഉപാസന പോലെയാക്കണം. ആ ഉപാസന കൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി അല്ലാതെ വേറെ യാതൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഈശ്വരനിലേക്ക് പോയാൽ പിന്നെ ജീവിതം ഇല്ല. അത് തെറ്റിദ്ധാരണയാണ്. ഈശ്വരനോട് അടുത്താലേ ജീവിത വിജയം ഉണ്ടാവുള്ളൂ. നമ്മുടെ എല്ലാ ജീവിതവും വലിയ വലിയ പണക്കാരനോ കുറേ വില കൂടിയ കാർ മേടിച്ച് കുറേ വസ്തു ഒന്നും അല്ല. നമുക്ക് മനസ്സിനെ, അതായത് നമുക്ക് ഏത് തലത്തിലും ഏത് അവസ്ഥയിലും നമ്മളാക്കി നിർത്തും. ഒന്നിലും നമ്മൾ പെട്ടുപോവാതെ നമ്മളെ ധൈര്യം തരും. നമ്മുടെ ജീവിതവും വളരെ സുഗമവും ലളിതവുമാക്കി ഐശ്വര്യപൂർണമാക്കി ആ ഭഗവാൻ നമ്മെ നയിക്കും. നമ്മുടെ ഹൃദയവാസിയായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ നിയന്ത്രിക്കാൻ യാതൊരു സംശയമില്ല. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. നന്ദി. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജന് യുധിതേർക്കൂട്ടി നീയജിത ചെമ്മേ മറിഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.